മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഉണ്ണി ബാലകൃഷ്ണൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. മോദിയുടെ ഓഫീസിൽ നിന്നിപ്പോ നേരിട്ട് ഉണ്ണിയെ വിളിച്ചാണ് കാര്യങ്ങൾ പറയുന്നത് എന്നാണ് തോന്നുന്നത്. മോദി ഉറങ്ങിയില്ല എന്ന് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോക്കൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇന്നലെ ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. മോദിക്ക് ഉറക്കല്ല. അപ്പൊ ഇനി നമ്മുടെ അമിത്ഷാക്കോ, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയോ ഉറങ്ങിയില്ല എന്നാ പറയുന്നത്. ബി.ജെ.പിയുടെ ചീഫ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായ അമിത്ഷായ്ക്ക് ഇന്നലെ ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. അപ്പോ അമിത്ഷാ ഉറങ്ങിയില്ല. ഇനി അടുത്താരാ നോക്ക്. എന്തിനേറെ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായ നിതിൻ നവീൻ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടാകില്ല. ബി.ജെ.പിയുടെ ആകെ നേതൃത്വത്തെയും എന്താണ് ഇത്രയേറെ അങ്കരാപ്പിലാക്കിയിരിക്കുന്നത്? നിതിൻ നവീന് കണ്ണടച്ചില്ല, നരേന്ദ്രമോദി ഉറങ്ങിയില്ല, അമിത്ഷാ ഉറങ്ങിയില്ല. ഇതൊക്കെ തന്നെ ഉണ്ണി ബാലകൃഷ്ണനെ ഇവരൊക്കെ നേരിട്ട് വിളിച്ചു പറഞ്ഞു കൊടുക്കുകയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ഏതായാലും എന്താണ് വിളിച്ചു പറയുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു കാരണമായിട്ട് മോദി വിരുദ്ധരെ സുഖിപ്പിക്കാൻ ഉണ്ണി എന്താണ് വിളിച്ചു പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കാം. നോക്കൂ, ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് ബി.ജെ.പിയെ അടിമുടി ഇപ്പോൾ ഉലച്ചിരിക്കുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ബീഹാറിലെ ബംഗിപ്പൂരിലായിരുന്നു കേട്ടോ. അവിടെ ബി.ജെ.പി സ്ഥാനാർത്ഥി തോറ്റു. നോക്കൂ, ഒരു ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ എന്തിനാണ് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ഇത്രയേറെ വേവലാതിപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ആ തോൽവി മോഡിയുടെ അടക്കം ഉറക്കം കെടുത്തുന്നത്? നിങ്ങൾ കേട്ടില്ലേ? അതായത് നിതിൻ നബീന് രാജിവെച്ച ഒരു മണ്ഡലത്തിൽ, ഏത് മണ്ഡലത്തില്? പാർലമെന്റ് സീറ്റൊന്നുമല്ല പറയുന്നത്. അതായത് ഇപ്പോ നിർണായകമായ നീക്കം രാജ്യത്ത് നടക്കാൻ പോവാ. മോദി ഉറങ്ങാണ്, അമിത്ഷാ ഉറങ്ങാണ്, ഉറങ്ങാൻ പറ്റിയില്ല, ഉറങ്ങാണ്, ഇങ്ങനെ മാറി മാറി പറയുന്ന ഇവരോട് പറയാനുള്ളത്, മോദിയും അമിത്ഷാ ഒക്കെ രാജ്യത്ത് പാർലമെന്റിൽ അതിനിർണായകമായ ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ പാർലമെന്റിലെ അംഗം കുറഞ്ഞ കണക്കൊന്നല്ല പറയുന്നത്, മറിച്ച് ബീഹാറിലെ 202 സീറ്റുള്ളതിൽ 1 കുറഞ്ഞിടത്ത് മോദിയും അമിത്ഷാവും കണ്ണു തുറക്കുന്നില്ല എന്നാ പറയുന്നത്. ഇനി അവിടുത്തെ ഒരു കണക്കും കൂടി വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ അതും കൂടി ഒന്ന് കേട്ടു. കഴിഞ്ഞ 30 വർഷങ്ങളായി ബി.ജെ.പിയെ മാത്രം വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ് ബംഗിപ്പൂർ. കഴിഞ്ഞ 20 വർഷമായി ആരായിരുന്നു ആ മണ്ഡലത്തിലെ ജനപ്രതിനിധി? നിതിൻ നവീൻ. ആരാണ് ഈ നിതിൻ നവീൻ? ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനാണ്, പാർട്ടിയിലെ ഒന്നാമൻ. രാജ്യത്ത് മോഡിയും അമിത്ഷായും കഴിഞ്ഞാൽ ദ മോസ്റ്റ് പവർഫുൾ ലീഡർ. അദ്ദേഹം ബി.ജെ.പി അധ്യക്ഷനായപ്പോൾ MLA സ്ഥാനം രാജിവെച്ചു. അവിടെയാണ് ഈ കഴിഞ്ഞ 30-ാം തീയതി, അതായത് 4 ദിവസങ്ങൾക്ക് മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്നലെ ഫലം വന്നു. 20,000 വോട്ടുകൾക്ക് ബി.ജെ.പി തോറ്റു. കഴിഞ്ഞ 10 മാസങ്ങൾക്ക് മുമ്പ് നിതിൻ നവീൻ തന്നെ ഏതാണ്ട് 50,000-ലേറെ വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലത്തിലാണ് ജൻ സുരാജ് പാർട്ടിയുടെ പ്രശാന്ത് കിഷോർ ബി.ജെ.പിയെ ഇപ്പോൾ മലർത്തിയടിച്ചിരിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ? ഇവര് തന്നെ പറയുന്നത് സകല വിവേകമുള്ള മലയാളികളും കേൾക്കണം. ഞാൻ ആദ്യമേ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാം. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി നേരിട്ട് മത്സരിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ഏത്? മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി പൊട്ടിയിട്ടുണ്ട്. അപ്പോ ജനാധിപത്യവും അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പൊക്കെ ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ മലയാളികൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിതിൻ നബീൻ, അതായത് ബി.ജെ.പിയുടെ ദേശീയ പ്രസിഡന്റ് അല്ല അവിടെ പരാജയപ്പെട്ടത്. അദ്ദേഹം രാജിവെച്ചിടത്ത് മറ്റൊരാൾ മത്സരിച്ചു, പരാജയപ്പെട്ടു. ശരിയാണ്. കഴിഞ്ഞ ഒരുപാട് വർഷം ബി.ജെ.പിയുടെ MLA ജയിക്കുന്ന സ്ഥലം, കഴിഞ്ഞ തവണ 50,000 വോട്ടിന് വിജയിച്ച സ്ഥലത്ത് ഇത്തവണ 20,000 വോട്ടിന് പ്രശാന്ത് കിഷോർ വിജയിച്ച സമയത്ത് ഇവിടെ വോട്ട് മെഷീൻ തട്ടിപ്പില്ല, ഒരു പ്രശ്നവുമില്ല, SIR ഒരു പ്രശ്നമില്ല. ഇത് പ്രതിപക്ഷത്തിന്റെ വലിയ വിജയം, പ്രശാന്ത് കിഷോറിന്റെ വലിയ വിജയം, മോദിയുടെ പതനം, അമിത്ഷായുടെ പതനം എന്നൊക്കെയാ ആര് പറയുന്നത്? ഉണ്ണി ബാലകൃഷ്ണൻ വിളിച്ചു പറയുന്നത്. ഇത് നേരെ തിരിച്ച് ഒരുപാട് തവണ കോൺഗ്രസ് വിജയിക്കുന്നിടത്ത്, കഴിഞ്ഞ തവണ 50,000 വോട്ടിന് വിജയിച്ചിടത്ത് ഇത്തവണ ബി.ജെ.പി ഒരു 20,000-ന് അവിടെ വിജയിച്ചിരുന്നെങ്കിൽ ഇതേ ഉണ്ണി തന്നെ വോട്ട് തട്ടിപ്പോ എന്ന് പറഞ്ഞ് നടക്കില്ലായിരുന്നോ? അപ്പൊ ഉണ്ണിയൊക്കെ ഇതൊക്കെ വലിയ സംഭവമാക്കി വിളിച്ചു പറയുമ്പോ സകല മലയാളികളും തിരിച്ചറിയാ, ഇവിടെ യാതൊരു വോട്ടു തട്ടിപ്പില്ല, ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ യാതൊരു രീതിയിലും ഒരു കാര്യവും ഈ പറയുന്ന അനധികൃതമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ സകല മലയാളികളും ഉണ്ണി ബാലകൃഷ്ണനൊക്കെ വിളിച്ച് പുളകിതനായി പറയുന്നതിലൂടെ സകല ആളുകൾക്കും തന്നെ മനസ്സിലായില്ല. പിന്നെ ഉണ്ണി പറഞ്ഞല്ലോ, ഇവിടെ അമിത്ഷാ, നരേന്ദ്രമോദി, നിതിൻ നബീനൊക്കെ ഉറക്കമില്ലാതെ നടക്കാണെന്ന്, അല്ലെങ്കിൽ കിടക്കാൻ സാധിച്ചില്ല, ഉറക്കില്ല എന്നൊക്കെ. അവർ നന്നായിട്ട് രാജ്യത്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക.
ഈ കഴിഞ്ഞ മണിക്കൂറിൽ പോലും കിരൺ റിജു ഈ രാഹുൽ ഗാന്ധിയെ, KC വേണുഗോപാലിനെ, പ്രിയങ്ക ഗാന്ധിയെ നേരിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്. എന്താണ് ആവശ്യം? വീണ്ടും ഡീലിമിറ്റേഷൻ മണ്ഡല പുനർനിർണയം എടുത്ത് മുന്നോട്ട് വെക്കുക. അതിലെങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ സഹകരണം, കോൺഗ്രസിന്റെ സഹകരണം എന്താണ് എന്നറിയാൻ. അതായത് ഉണ്ണി ബാലകൃഷ്ണനൊക്കെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ 202 സീറ്റിൽ 243 202 ഭരിക്കുന്ന NDAയുടെ ഒരു സീറ്റ് പോയതിൽ അതാണ് ഇവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുക. അല്ലെങ്കിൽ പാർലമെന്റില് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതാ ഭരണപക്ഷം കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതോ 16 മുതൽ 3 ദിവസത്തേക്ക് വീണ്ടും സഭാ സമ്മേളനം ചേരുക ചെയ്യുക. രാജ്യത്ത് അതിനിർണായകമായ നിമിഷത്തിലേക്ക് രാജ്യം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിൽ ബില്ല് പാസ്സാവും, എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ള സീരിയസ് ആയിട്ട് ഒരു കാര്യം നടക്കുമ്പോ ഒരു ഭാഗത്ത് 202 സീറ്റുള്ളിടത്ത് ഒരു സീറ്റ് NDAയുടേത് പോയി എന്നൊക്കെ പറഞ്ഞ് പുളകീതനാവാൻ ഏതായാലും ഉണ്ണി ബാലകൃഷ്ണനെ കൊണ്ടൊക്കെ നടക്കൂ. ഉണ്ണി ബാലകൃഷ്ണന്റെ മുന്നിലേക്ക് മോദി വിരുദ്ധരെ ഉണ്ണിയെയൊക്കെ കണ്ടിട്ട് ആഘോഷിക്കുന്നവരുടെ സകലരുടെയും മുന്നിലേക്കാ 2024 റിസൾട്ട് വരുമ്പോ 293 സീറ്റുമായിട്ടാ രാജ്യത്ത് NDA സർക്കാർ ഭരിച്ച് മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഇപ്പോ ആ സീറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 318. ഈ 318ലേക്ക് അത് പുറത്ത് മാധ്യമങ്ങളിലും നാഷണൽ മീഡിയാസിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അത് 325 എന്നുള്ളതുവാ. ഇനി അതായത് ഈ MK സ്റ്റാലിന്റെ പാർട്ടി ഒപ്പം നിന്നാൽ ഒരു ബില്ല് പാസ്സാവുന്ന, അതായത് വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് NDA സർക്കാർ രാജ്യത്തെത്തിക്കൊണ്ടിരിക്കുക. വലിയ ഭൂരിപക്ഷത്തിലേക്ക് 360 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് NDA സർക്കാർ എടുത്തോണ്ടിരിക്കുക. അതിനുവേണ്ടി മോദിയും നരേന്ദ്രമോദിയും നിതിൻ നവീനൊക്കെ എണ്ണയിട്ട യന്ത്രം പോലെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോ ഉണ്ണിയൊക്കെ എന്താണ് ഈ വിളിച്ചു പറയുന്നത്? ഇവിടെ 360ലേക്ക് എത്താൻ DMKയെ തങ്ങളുടെ ചേരിയിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി എന്ന് തന്നെയാ മനസ്സിലാക്കാൻ സാധിച്ചത്. തമിഴ്നാട്ടിൽ എന്താ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? നടൻ വിജയ്, CM വിജയ് നടി തൃശയ്ക്കെതിരെ ഉള്ള ഒരു വിഷയത്തിൽ ഞാൻ ആദ്യമേ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാം. ഏതൊരു സ്ത്രീക്കെതിരെ ആരെന്ത് പറഞ്ഞാലും നിയമവിരുദ്ധമാണെങ്കിൽ ശക്തമായ നടപടി എടുക്കണം. അത് ഉദയനിധി സ്റ്റാലിനി എന്നൊന്നുമില്ല. എന്നാൽ കോടതി അവിടെ കൃത്യമായിട്ട് പറഞ്ഞു, രാവിലെ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചു, ഉച്ചക്ക് 12 വരെ ഒരു നടപടിയും എടുക്കരുതെന്ന്. ആ കോടതി വിധിയെ പോലും മറികടന്ന് തമിഴ്നാട്ടിൽ നടൻ വിജയുടെ പോലീസ് സംവിധാനങ്ങൾ തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ പറയുന്ന ഉദയനിധി സ്റ്റാലിൻ MK സ്റ്റാലിനും മോദിക്കൊപ്പം BJPക്കൊപ്പം നിലകൊള്ളുമോ? ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. വലിയ രീതിയിൽ 360 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് NDA നടന്ന് അടുത്തോണ്ടിരിക്കുക. അപ്പയാ ഒരു സീറ്റിൽ 202 ഉള്ളിടത്ത് ഒന്ന് പോയി മോദിക്ക് ഉറക്കില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഏത് രീതിയിലുള്ള മാനസികാവസ്ഥയായിരിക്കും എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. സകല മലയാളികളും തിരിച്ചറിഞ്ഞോളൂ, രാജ്യത്ത് ഈ പറഞ്ഞ മണ്ഡല പുനർനിർണയമൊക്കെ തന്നെ അങ്ങ് പാസ്സാവും. പ്രതിപക്ഷത്ത് ഇപ്പൊ നിലവിൽ ഒരു ഐക്യമില്ല. ഇതൊക്കെ പുറംപോടി എന്നതിലപ്പുറം കോൺഗ്രസുമായിട്ട് തല്ലുകൂടിക്കൊണ്ടിരിക്കുക. ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ്, DMK സകല ആളുകളും സകലരും അഖിലേഷ് യാദവ് ഉൾപ്പെടെ ഒരു ചേർച്ചയൊന്നുമില്ല. ഇതൊക്കെ തന്നെ മലയാളികൾ തിരിച്ചറിയുക. രാജ്യത്ത് അതിനിർണായകമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഏതു സമയത്തും മണ്ഡല പുനർനിർണയം ബില്ലൊക്കെ അങ്ങ് പാസ്സാവും. രാജ്യത്ത് അതൊക്കെ തന്നെ നടപ്പിലാകും എന്നുള്ളത് തന്നെയാ ലേറ്റസ്റ്റ് ആയിട്ട് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏതായാലും അത് കാത്തിരിക്കാം. 1 201 വലുത് ചോദിച്ചാൽ ഉണ്ണി ബാലകൃഷ്ണൻ പറയൂ BJPയുടെ 201 ആണെങ്കിൽ എനിക്ക് വലുത് 1. അതാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്നുള്ളതും സകലരും തിരിച്ചറിയുക.